മണിക്കൂട്ടിന് ഭയങ്കര ഓ മണിക്കൂട്ടാ ഇതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ്. ഇത് സത്യാവസ്ഥ എല്ലാവരും പറയണം. എന്താ വീഡിയോ എടുക്കുമ്പോൾ ഇത് ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് സ്വാഗതം പറയുന്നത് കണ്ടത്തിലാണ്. അപ്പൊ അമ്മയുടെ പച്ചക്കറി ഇതാ വെള്ളരിക്ക പറിക്കലായി. ഒരു വെള്ളരിക്ക നല്ല ഉറക്കത്തിലാണല്ലേ? ഇത് നല്ല ഉറക്കം. ഒരു വെള്ളരിക്ക കാണിച്ചിരുന്നു, വലിയ വെള്ളരിക്ക നോക്കി. അപ്പൊ അമ്മ കുറച്ച് പറിച്ചു വിട്ടാ, അതിന്റെ ഇടക്ക് ബാക്കി കുറച്ചെണ്ണം കൂടി ഉണ്ട്. അപ്പൊ അത്രയും നട്ടിട്ടുണ്ടായിട്ട് ചീരിയും പിന്നെ നമ്മ മത്തനും വെള്ളരി ആകെ 3 സാധനം നട്ടിട്ടു. അതിൽ ഇന്ന് നമ്മുടെ വെള്ളരി ഇതാ വിളവെടുപ്പാണ്. അധികം വെച്ച് കഴിഞ്ഞാലേ ശല്യം ഉണ്ട്. പന്നിക്കൂട്ടനെല്ലാം കാലിയാക്കുമല്ലേ ഇപ്പൊ ഈ ഏരിയയില്? അതല്ലേ? അപ്പൊ അത് ഇപ്പൊ ഏകദേശം അല്ലേ? അപ്പൊ കുറച്ചെല്ലാം ഇവര് പറിച്ചു വെച്ചു അല്ലേ പ്രിയ? മണിക്കൂട്ടിന് ഭയങ്കര ഓ മണിക്കൂട്ടിന്റെ അത്ര തന്നെ ഉണ്ടല്ലോടാ. ഇപ്രാവശ്യം അമ്മ കുറച്ചേ നട്ടിട്ടു അല്ലമ്മ ഇന്ന്. അമ്മക്ക് ഒറ്റക്ക് അത്രേ ആവൂലോ. അപ്പൊ അതുകൊണ്ട് 2 തടം നട്ടിട്ടു. അപ്പം അതിൽ അത്യാവശ്യം ഉണ്ട്. ഇതാ നല്ല. ഇപ്പൊ ഇനി അധികം വെച്ച് കഴിഞ്ഞാല് എല്ലാം പന്നി കൊണ്ട് പോലെ പന്നീന്റെ ശല്യം. അപ്പൊ നമ്മള് ഉക്കോണീച്ചി അമ്മ ഒരുമിച്ചല്ലേ നട്ടത്. അപ്പൊ ഉക്കോണീച്ചി ഇന്ന് പറിച്ചു. ഉച്ചക്കേ പറഞ്ഞു. ഉച്ച മുതൽ അമ്മ നമ്മളെ കാത്തിക്കുന്നുണ്ട്. എപ്പാ വരുവാ. അപ്പൊ മണിക്കൂറിന്റെ ഡാൻസിനോട് നമ്മളെല്ലാരും അങ്ങോട്ട് പോയിട്ടുണ്ടായി. വന്നിട്ട് നമുക്ക് ഇത് പറിക്കാന്നുള്ള രീതിയിലാണ് നിന്ന്. നമ്മ കൊറേ വെയിറ്റ് ചെയ്ത് അമ്മ മുഷിഞ്ഞിട്ടില്ലത്. അപ്പൊ നടുമ്പോ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിനല്ല? അതെ, കഴിഞ്ഞ പ്രാവശ്യം സമയത്ത് നമ്മള് കാണിച്ചിട്ടുണ്ടായിരുന്നു. പറിക്കുന്ന സമയത്ത് വിളവെടുപ്പ് സമയത്തും കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ മണിക്കൂറിന് 2 എണ്ണം പറിക്കുമ്പോഴത്തേക്കന്നെ പൂന്നല്ലാക്കലായേ. ഇനി പറിക്കുന്നത് ഈസിയാണ്. ഇനി ഇത് അങ്ങോട്ട് കടത്തണം. ഇനി കടത്തലെല്ലാം മണിക്കൂട്ടെ പറിച്ച് ഇവിടെ ഇട്ടാ മാത്രം പോരാ. ലോറി വിളിക്കണം. ലോറി ഈ 4 എണ്ണം കടത്ത ലോറി മണിക്കൂട്ടെ. അത് അതിലെന്തോ ഒന്ന് പറ്റിപ്പോയിനല്ലമ്മേ. അത് വേഗം കറി വെക്കണ്ടേ അല്ലേ? അത് കീറ്റ് വന്നു വീണു ഇനി. അപ്പോൾ അല്ല ഇപ്പെല്ലാം കുറവാണ്. പണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലല്ലേ നാട്ടിലുണ്ടാവില്ല. അന്നേരം 4-5 ചാക്ക ഇതിന്റെ അപ്പുറത്ത് അങ്ങ് ദൂരെ നടലുണ്ടായിരുന്നു. അവിടെ ഒരുപാട് നടലുണ്ട്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് അച്ഛനും അമ്മയും അല്ലേ എല്ലാരും കൂടി. ഇപ്പൊ അമ്മേനെ സഹായിക്കാൻ അച്ഛനും കൂടി ഉണ്ടാവുമായിരുന്നു അല്ലേ? ഇപ്പൊ അമ്മ ഒറ്റക്കായതുകൊണ്ട് അത്രയൊന്നും അച്ഛൻ നിന്നുമല്ല. ഇപ്പൊ അമ്മ മാത്രമായിട്ട് ഇത് 2 തടം നട്ടി. എന്നാലും കിട്ടിയിട്ട് അത്യാവശ്യമുണ്ട് നമുക്ക്. പിന്നെ ഇത് ഒരു 25 ദിവസത്തേക്കില്ല. ഇല്ല, ഇത് എങ്ങനെ അറിയാം? വെള്ളരി ഈ സമയത്ത് ഇങ്ങനെ പറിച്ചു വെക്കും. എന്നിട്ട് മഴക്കാലാകുമ്പോ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കില്ല. അന്ന് അങ്ങനെയല്ലേ? ഇപ്പൊ ഈ വെള്ളരി ഇങ്ങനെയുള്ള മത്തൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ വേനൽക്കാലത്താണ് ഇവര് കൃഷി ചെയ്ത് ഉണ്ടാക്കുക. അപ്പൊ മഴക്കാലത്താകുമ്പോ പണി ഇതെല്ലാം കുറവായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മള് കറി വെക്കാൻ ലീലിനെ എടുക്കും. പുറമേ നിന്ന് മേടിക്കൂല, കടയിൽ നിന്ന്. അന്നേരം ഈ സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനത്തെ ഒരു പിന്നെ കാലം ഉണ്ടായിരുന്നു. അതെല്ലാം മണിക്കൂട്ടാ മനസ്സിലാക്കുന്നുണ്ടോ നീ ഇതെല്ലാം? ഇപ്പം പിന്നെ ഏത് സമയത്തായാലും കടന്ന് പണിക്കുന്നല്ലേ. പണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജൂൺ ജൂലൈ ആ മാസത്തേക്കെല്ലാം ഉണ്ടാവും. ഇവരെന്ത് ചെയ്യുന്ന അറിയാം? ഈ ഓടിട്ട വീടായിരിക്കൂലേ, അപ്പൊ അതിന് ഇതുണ്ടാവൂലേ മുകളില് എന്നാ ഒരു പലക കെട്ടി വെക്കും അല്ലേ? എന്നിട്ട് തൂക്കും. തൂക്കിയിടും. തൂക്കിയിടും അല്ലേ? വീട്ടിന്റെ മുകളില് തണ്ടിന്റെ മുകളിൽ പച്ചോലേനെ കൊണ്ടോ ഇത് ചവിട്ടല്ലാട്ടെ ഇലൊന്നും കൂടെ പിടിക്കും. തൂക്കിയിടാ കെട്ടുപോകൂല അധികം അങ്ങനെ. അതെ, അപ്പൊ കൊറേ നാള് നിൽക്കുകയും ചെയ്യും അല്ലേ? ഞാനങ്ങനെ കണ്ടതായി ഓർമ്മയുണ്ട്. എനക്ക് എത്ര നമ്മുടെ അവിടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ കൃഷി ചെയ്യില്ല. എന്റെ വീട്ടിലെ നമ്മളെ വീട് അന്നേരം ഓടിട്ട വീടല്ലേ. അപ്പൊ ഓടിട്ട വീടിന് ഇങ്ങനെ ഉണ്ടാവും. എന്നാ അതിന് പറയാ കഴുക്കോല. അപ്പൊ അതിനാണ് നീ കേട്ടോ. അപ്പൊ നമ്മളെ റൂമിലായിട്ടും എല്ലായിടത്തും ഉണ്ടാവും സൈഡില്. തീരെ മണം അടിക്കും. കുഞ്ഞു വീടും അല്ലേ അന്നേരം, ചെറിയ വീട്. അപ്പൊ 1-2 റൂമിലുള്ള വീടായിരിക്കുമല്ല. അപ്പൊ അങ്ങനെ ഈ അടുക്കളയിലേക്കായ എല്ലായിടത്തേക്കും ഈ കെട്ട മണം അടിക്കും. മണം അടിക്കുന്ന സമയത്താണ് ഇത് ഊരിക്കളയാ. ഇല്ലെങ്കിൽ വെള്ളമെല്ലാം ഇങ്ങനെ ഉറ്റുന്നുണ്ടാവും. കെട്ടി തൂക്കി എടുത്തുന്ന് നടക്കുന്ന സമയത്ത് തലയിലെല്ലാം ഇങ്ങനെ വെള്ളം ഉറ്റുന്നു. അപ്പൊ ഈ കെട്ട് ചെയ്യുമ്പാണ് ഈ വെള്ളം ഉറ്റുക. അങ്ങനെയെല്ലാം കൊറേ ഇതുണ്ട്. പടിങ്ങനെ പോവും ചിലത്. അതിന് തന്നെ ഇതായിട്ട് ഇങ്ങനെ തന്നെ വെള്ളരി മാത്രമായിട്ട് പോവും. പണ്ടുണ്ടായി എന്തെല്ലാം ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് അമ്മാമേന്റെ കാലത്ത് അപ്പൊ അമ്മാമ്മയാണ് കൃഷി ചെയ്തതാ. ചെറുപ്പത്തിലെ ഇവര് വെള്ളരി
പിന്നെ ഇതല്ലാണ്ട് അങ്ങ് പിന്നെ കുറേ ദൂരം ഉണ്ട് കേട്ടോ. അന്നേരം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നേരെ താഴത്തെ തന്നെ കണ്ടത്തിൽ വന്നില്ലേ, അന്നേരം എന്ന് വെച്ചാൽ അത്ര ദൂരമില്ല കണ്ടത്തില്ലാന്നറിയാം. പോയിട്ട് നടുവാ കണ്ടടുത്ത് വേണമെന്ന്. ഇപ്പം അടുത്ത് കണ്ടുണ്ടെങ്കിൽ 2 തടം നട്ടു. അന്നേരം ഇവിടുന്ന് എനക്കൊന്ന് കുറേ ദൂരമുണ്ട് അങ്ങ് അമ്പലത്തിൻ്റെ ആ സൈഡ്. എന്നാമ്മ ഇനി പറയല്ലേ പള്ളിക്കണ്ടം. പള്ളിക്കണ്ടം എന്ന് വെച്ചാൽ അങ്ങ് ദൂരെയാണ്. ആടെ വെല്ലിച്ചൻ്റെ അവർക്ക് സ്ഥലം ഉണ്ടായിന്. അപ്പൊ വെല്ലിച്ചൻ ദൂരെ ആയതുകൊണ്ട് അച്ഛനും ഇവരെന്നെ അവിടെ നടലെല്ലാം ഉഴുന്ന് നടും, പിന്നെ വെള്ളരി നടലുണ്ട്. അതെല്ലാം എത്ര ദൂരത്തുനിന്ന് വണ്ടിയിലൊന്നല്ല 3, 4, 5, 6 പ്രാവശ്യം എടുത്തെടുത്ത് കൊണ്ടുവരലാണ്. പിന്നെ എല്ലാം ചുരുങ്ങി 2 തടത്തിലേക്ക് മാറി. അമ്മ ചാക്കല്ലായി വന്നിട്ടുണ്ട്. അത് ഒന്ന് മണിക്കൂട്ടിന്റെ തലയിൽ, ഒന്ന് ശ്രീനാഥിന്റെ തലയിൽ. മണിക്കുട്ടാ ഇതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ മണിക്കൂട്ട ഇതെല്ലാം എടുത്ത് പഠിക്കേ. പിന്നെ നമ്മൾ ഈ പച്ചക്കറി പറിക്കാൻ മാത്രവും നടുമ്പോ മാത്രമേ വന്നിട്ട്, ബാക്കി വെള്ളയിക്കല് വളയിടല് ഇതുവരെ ആക്കലെല്ലാം അമ്മയാണ്. അല്ല നമ്മളല്ലേ ആദ്യം നടുന്ന സമയത്ത് നമ്മൾ വന്നിന്, പിന്നെ ഇതാ ഈ പറിച്ചെടുക്കുന്ന സമയത്തൂടെ നമ്മൾ വന്നു. ഫുൾ ടൈം അമ്മയാണ്. ഇത് നല്ല ഉറക്കാണ്. ഇനിയിപ്പോ ഇന്ന് ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ലല്ലോ, അംഗൻവാടി പോവാത്തോണ്ട് ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവള് നല്ല ഉറക്കാണ്. 2-3 പ്രാവശ്യം ഞാൻ വിളിക്കുന്നു ഇതൊന്ന് കാണട്ടോളൂ വിചാരിച്ചിട്ട്, പക്ഷെ എണീക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് മണിയടിയോ പോയി ദൂരം. മറ്റേ ഇത് വെള്ളരിക്ക എടുക്കണം എന്ന് പറയുമ്പോൾ മണി ആ ഒരു ഏരിയയിൽ ഫുള്ള് കൈപ്പക്കയും പടവലം കൈപ്പക്ക അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഉറക്കത്തുനിന്ന് ഒരാൾ ഇപ്പം എണീച്ചിട്ടുണ്ടേ. ഓ ഇതാ കണ്ടപാട് നാണായി ഒന്ന് എല്ലാം കൂടി നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഉറക്കത്തിന് എണീച്ചപാടന്നെ വെള്ളരി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെള്ളരിക്ക ബ്ലോഗാണല്ലേ. അമ്മ ഒരു കാര്യം ചെയ്യും, ഇത്രയും നമ്മൾ ഉപയോഗിക്കുമേ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളിവിടെ റോഡ് സൈഡിലാറ്റം പോയിട്ട് ഇരുന്നാലോ. ഒന്ന് മേതു കൊടുക്കണത്. ഒരുത്തൻ അങ്ങ് ദൂരെ നിന്നിട്ട് വിളിക്കും ഇന്ന് അച്ഛ അച്ഛാന്നതാ. അവന് ഓട്ടാ മത്സരമാണെന്നതാ. പൊന്നേ ഇതാ വെള്ളരിക്കെല്ലാം പറിച്ചു കഴിഞ്ഞു. ഇതാ ഒരാൾക്കൊരു ഏറ്റവും മണിക്കൂട്ടനെ കൊടുത്തു. ഇതാ ഈടെ ഒരാളും കൂടി മണി ഏതാ ഒറ്റ പൊന്നേ. എവിടെ പോകുന്നേ? ഇങ്ങോട്ടാന്ന്, ഇങ്ങോട്ടാ പോണ്ട്. ഇതാ മണിക്കൂട്ടനൊരു വലിയ വെള്ളരിക്കൻ്റെ അടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട്. നിനക്കത് പൊങ്ങൂല. അപ്പൊ അമ്മതാ അമ്മേന്റെ ഇത് ഇടാ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എനക്കില്ല ഒരു ലോഡ് ആടിയുണ്ട്. ഒരിക്കലും കൂടി വരേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ ഏതായാലും വെള്ളരിക്ക കടത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ക്യാമറ കൈമാറിട്ട്. അപ്പൊ ഞാൻ കടത്തണ്ട? നീ കടത്തണ്ട, നിനക്ക് സുഖമില്ലാത്തല്ലേ. എനിക്ക് ഇന്ന് കൺസിഡറേഷൻ ഉണ്ട്. ഏത് സുഖമില്ലാത്തല്ലേ, ചുമയില്ലല്ലേ, ഞാൻ കടത്തിക്കോളാം. നിർബന്ധ. പ്രിയക്ക് ക്യാമറ പിടിക്കാൻ മടിയാന്ന്, അതുകൊണ്ടാണ് അവള് ഒരു ചാക്കും കൂടി ഉണ്ടാവും അല്ലേ. ഇതാ പണ്ട് ഉക്കത്തെടുത്ത് നടന്നതാണ്. നീ ഇത്ര കഷ്ടപ്പെട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ എടുത്തോളാം. അത് പണ്ട് നമ്മൾ ഈ താഴത്തെ കിണറിനോളം വെള്ളം കടത്താൻ വേണ്ടി, അപ്പൊ ഒന്നിങ്ങനെ ഉക്കത്തും വെക്കും, ഒരു പനി കൈമലും വെക്കും. ഇങ്ങനെ ഒരു നടത്തും. ഇപ്പൊ എല്ലാം താഴെ കളയും നീ അതെല്ലാം കാണിച്ചിട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, പഴയകാല ഓർമ്മകള് ഷെയർ ചെയ്യല്ലേ. അയ്യോടാ 90 വയസ്സായില്ലേ എനിക്ക്. എന്റെ വയസ്സ് 90 വയസ്സാവണമെന്നില്ലല്ലോ. നമുക്ക് ചെറുപ്പത്തിലായാലും അനുഭവങ്ങൾ ഉണ്ടാവില്ലേ. അപ്പൊ ഇതാണ് നമ്മളെ കിണർ. ഇവിടുന്നാണ് മുകളിലത്തെ വീട്ടിലേക്ക് നമ്മൾ വെള്ളം കിടക്കുക. അവിടെ ഒരു കിണറുണ്ട്. അപ്പൊ അവിടുന്ന് മുകളിലേക്ക് കിടത്തണം അല്ലേ. അന്നേരം വലിയ കുന്നല്ലേ, ഇട്ട് ഇങ്ങനെ കയറിപ്പോണം. അപ്പൊ സ്കൂൾ പോകുമ്പെല്ലാം അമ്മ രാവിലെ പണിക്കൊന്ന് തിരക്കിലായിരിക്കും. അപ്പൊ സ്കൂൾ പോകുമ്പെല്ലാം അമ്മേനോട് കുളിക്കാൻ വെള്ളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരും. അപ്പൊ രാവിലെ ആ ദേഷ്യം വരുന്ന വ്യക്തിയാണിത്, കണ്ടോളൂ. ആ വ്യക്തിയല്ല അമ്മ അപ്പൊ
പണിക്ക് പോയി വരുമ്പോഴത്തേക്ക് ഞാൻ വെള്ളം ഞാൻ ഇങ്ങനെ ഒരു കുക്കത്ത് പാനി ഈ കുക്കത്ത് ഒരു പാനി ഇങ്ങനെ നടന്ന് കൊറേ അയ്യോടാ എന്നാ പിന്നെ അത് കണ്ടിന്യൂ ഇപ്പൊന്നും കാണുന്നില്ലല്ലോ അത്. ഇപ്പൊ വയസ്സായി പോലും ഓക്കെ. ഇയാളെന്താന്ന് കൂടുതൽ അതിന്റെ തലയിൽ കെട്ട് കൊടുത്തു. ഇവിടെ വലിയ വെള്ള ഇവിടെ ഒരു വാശി കിടക്കുന്നുണ്ട് കേട്ടോ, വലിയ വെള്ളരിക്ക വേണം. ഇവിടെ ഭാഷകൾ നടന്നുകൊണ്ട് പോയിന്നേ. ഇയാൾക്ക് തലയിലെടുത്ത് വെക്കണം. അങ്ങനെ തുണി എടുത്ത് വരാന്ന് പറഞ്ഞൊരു ഇതില് ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് കൊടുക്കണം. എന്താ പൊന്നെ ബോള് പിടിക്കണ്ട, ബോള് പിടിക്കണ്ട. അതാ ഞാൻ എന്നോട് പറഞ്ഞേ. എൻ്റെ നടക്കടാ വെള്ളരി എടുത്തിട്ട്. അവരെ എല്ലും പിടിക്കുന്നില്ലേ അതിനെക്കാട്ടി. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശക്തിമാൻ നടക്ക് വേഗം. വേഗം വേഗം കൊണ്ടച്ചിട്ട് വാട്ടാ, അടുത്ത ട്രിപ്പിന് വാ. അയ്യോ ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാവരും പറയണം. എന്താ വീഡിയോ എടുക്കുമ്പോൾ ഇത് ഞാൻ എന്തായാലും പറയും, തുറന്നു പറയും. ഇവള് അങ്ങ് അത്ര പേരെ വീഡിയോ ഓഫായി എന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ചു വന്നൊരു വ്യക്തിയെ നോക്കിയേ. എൻ്റെ അമ്മ നിൻ്റെ തട്ടിപ്പ് നാട്ടുകാരറിയണം. ആ പിന്നെ നിന്നോട് ഞാൻ ആദ്യം അതന്നെയല്ലേ പറഞ്ഞേ, ഏതായാലും പിടിച്ചോ, ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ നിങ്ങൾ കയ്യിൽ 2-3 കൂടി ഇട്ടുതരാ. അത് ഞാൻ എടുക്കുന്ന വെയിറ്റ് ആണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. എന്താ പിന്നെ മോള് വാശി ഓക്ക്. അമ്മമ്മ ഇപ്പൊ തുണി അടിച്ചിട്ട് വരും, അപ്പൊ പോയിക്കോ വിട്ടോ. അവരാണല്ലോ മുമ്പ് പോയത്, എന്നിട്ട് നിങ്ങളെ ഫസ്റ്റ് എത്തിയത്. അന്നു കീശലേക്കല്ലോ ചെറുപ്പ് കാണിക്കാൻ പറ്റാത്തൊരു ചെറുപ്പാണ്. തലവാരി കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ നമ്മള് ഷോർട്സ് പിടിച്ചിനെ. അല്ല നിങ്ങൾ പൊത്തിപ്പിടിച്ച ഭാഗം ഒന്ന് കാണിച്ചേ. ആ ചീർപ്പിന്റെ വലിയ പകുതി ആരോ തിന്നു. ഇതാണ് ഗൈസ് ചീർപ്പ്, അതുകൊണ്ട് ഞാൻ പൊത്തിപ്പിടിച്ചു, ആരും കാണിക്കണ്ടെന്ന് കണ്ടു. ഇനി അടുത്തത് എടുക്ക്, എന്നാ പിന്നെ ചെറുപ്പം നോക്കിക്കല്ല, അടുത്ത കെട്ടെടുത്തോളൂ. എടുക്കാൻ പോകുന്നു. പ്രശ്നം തീർന്നില്ലേ? തീരും. അത് അമ്മമ്മ കൊടുത്തില്ലോ തലയിൽ കെട്ടുന്ന സാധനം. പോണ്ടാന്നാ പറയുന്ന അങ്ങോട്ടേക്ക്. ലാസ്റ്റിലത്തെ കൂടെ എടുക്കലായി. ഓ അതിന്റെ മുകളിൽ വെക്കണോ ഒന്ന്? സീനാട്ടോ ഓക്ക് തരിക കിട്ടി. സീനാട്ടോ ഒന്ന് വെച്ചു കൊടുക്കുകയാണോ? ഒന്ന് കൊടുക്കില്ല, ഒന്നെടുത്തു കൊടുക്കും. അമ്മോ ആ അത് വേണോ? ആ വെച്ചോ. ആ പിടിച്ചിട്ട് ഞാൻ ഉരുണ്ട് പോവും. ഓക്കെ നടന്ന മേതു സൂപ്പർ. ഇങ്ങോട്ട് നോക്കിയ മേതു, അമ്മ നോക്കട്ടെ. വാ അത് ഓളിപ്പം പിടിച്ച് തന്നെ വേണം പോലും. ആ അതന്നെ ഓളിപ്പം പിടിച്ച് നടക്കും മേതു. ആ ഇതാ മേതൂട്ടി വെള്ളരിയും കൊണ്ട് പോലായി. ആ വെള്ളരിക്ക മേതുവിന് തന്നെ അമ്മ കറി വെച്ച് തരൂ കേട്ടാ. പോയിക്കോന്ന് എല്ലാവരും ഓരോരുത്തരായിട്ട് അങ്ങ് നടന്നോ. അപ്പം ഗായ്സ് ഇനി മുതൽ ഇനിയുടെ ദിവസങ്ങൾ വെള്ളരിനെ കൊണ്ടില്ല പരിപാടികളായിരിക്കും. എല്ലാം മീനും ഇറച്ചിയൊന്നും വാങ്ങൂല. വെള്ളരി പുളിങ്കറി, വെള്ളരിന്റെ ഐറ്റങ്ങൾ, വെള്ളരിക്കോലൻ, പ്രിയന്റെ കുക്കിംഗ് ചാനലിൽ വെള്ളരിയുടെ ഈ വെള്ളരി തീരുന്നവരെ വെറൈറ്റി ഐറ്റങ്ങൾ കാണാം. അപ്പോൾ വെള്ളരി വരച്ച് ഇവിടെ എത്തിച്ചു. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതിനി അവത്തെടുത്ത് വെക്കലാണ്. അല്ല അമ്മേ എവിടെ ഇത് വെക്കലെന്നില്ല, ഇത് കെട്ടി തൂക്കണോ അല്ല വെക്കണോ കടയിൽ കൊടുക്കണോ എന്നൊരു ചിന്തയിലാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വെള്ളരി പറിക്കൽ വീഡിയോ ആയിരുന്നു. അല്ല മേതു കഴിഞ്ഞില്ല. ഒന്നും പറയാനില്ല, ഇത് താത്തു കൊണ്ടൊക്കെ. അതെ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം അമ്മക്ക് ഇനിയിപ്പൊ ഇതെടുത്ത് അമ്മക്ക് പറിക്കുന്നവരെ ടെൻഷനാണ്. ഇനിയിപ്പൊ ഇത് അവത്തൊന്ന് വൃത്തിയായി വെക്കുന്നവരാ അമ്മക്കത് ടെൻഷനില്ല. വേഗം അമ്മക്ക് ചെയ്യാം. സമയം ഇതാ സന്ധ്യയായി. ഇനിയിപ്പൊ ഒരു നല്ല സ്ട്രോങ് ചായ വെച്ച് കുടിക്കണം. അത് നമ്മുടെ മണിക്കൂട്ടിന്റെ ചായ. മണിക്കൂട്ടാ ചായ ഉണ്ടാക്കി തരാം. മണിക്കൂട്ട അതിന്റെ ഇടയ്ക്ക് ഓംപ്ലേറ്റിൽ ഉണ്ടാക്കി തരലുണ്ട്. അപ്പൊ ഇന്ന് പിന്നെ ചായ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം മുട്ട. എന്നാളെ മോളെ
ഓട്ടാന്ന് എന്ത് പറയണത് ഓട്ടാന്ന്. ഇട്ടിട്ടുണ്ടായിന്. അത് ഓള് ഊരി മോക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാന്ന്? മുട്ടയാവൂലോ. അപ്പം ഇന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഹെയർബാൻഡ് താഴെ പോയി. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.